ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഊട്ടി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ വേറൊരു കോട്ടേജൊക്കെ എടുത്ത് മാറി. അപ്പോൾ അവിടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് തന്നെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടാമത് വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടാണ്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര ഭയങ്കര ദുർഘടം പിടിച്ച പണിയാണ് കേട്ടോ. കാരണം റോഡാണെങ്കിലും ആളുകൾ റോട്ടിൽ നിന്ന് മാറിപ്പോലും നടക്കാറില്ല കേട്ടോ. മെയിൻ ടൗണിലൊക്കെ റോഡിൻ്റെ നടുക്കേ കൂടെ തന്നെ ആളുകൾ കാറും നമ്മുടെ വണ്ടികൾ എങ്ങനെയാണോ പോണത് അതുപോലെ തന്നെയാണ് കാൽനടയാത്രക്കാരും പോകുന്നത്. അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മറികടന്ന് ഈ പറഞ്ഞോണം മലയുടെ മുകളിലൊക്കെ എത്തിപ്പെടാന്ന് പറഞ്ഞാൽ കുറച്ചൊരു പണിയാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ റിസോർട്ടിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് വന്നതാണ് കേട്ടോ. ഈ ഒരു കോട്ടേജ് അത്യാവശ്യം ഏക്കർ കണക്കിന് സ്ഥലത്ത് സെൻറ്ററിലായിട്ടാണ് നിൽക്കുന്നത്. ഒരു മലയുടെ ഏറ്റവും ടോപ്പ് ഒരു മലയുടെ മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു റിസോർട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഷൂട്ടിങ്ങും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവർ വന്നപ്പോൾ തന്നെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങി. ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞും മഴയായിട്ടുള്ളൊരു മിക്സഡ് ക്ലൈമറ്റ് ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റെർലിംഗ് ഊട്ടി ഫേൺഹിൽ എന്നാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൻ്റെ പേര്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ജീപ്പ് സഫാരി, സിപ്പ് ലൈൻ, ലോ റോപ്പ്, ഹൈ റോപ്പ്, വാൾ ക്ലൈമ്പിങ്, അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ പേയ്മെൻ്റ് ഉണ്ട്. പേയ്മെൻ്റ് ഇല്ലാത്ത ഒരുപാട് ഗെയിംസ്, അതേപോലെ ബോർഡ് ഗെയിംസ്, ക്രിക്കറ്റ്, കിഡ്സിൻ്റെ പ്ലേ ഏരിയ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ക്യാരംസ്, ചെസ്സ്, അങ്ങനെ കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊരു റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടതാണ്. ഇപ്പോൾ ഇത് എത്ര നടന്നാലും തീരില്ല കേട്ടോ, അത്രയും ഉണ്ട് ഇവിടെ കാണാനായിട്ട്. അത് കഴിഞ്ഞ് കുറേ ബാക്ക് സൈഡിൽ കൂടെ ചെന്നപ്പോഴാണ് ഇത് കിഡ്സിൻ്റെ പ്ലേ ഏരിയ കണ്ടത്. അപ്പോൾ അവിടെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സിപ്പ് ലൈനൊന്നും ഇല്ലയെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ ചോദിച്ചപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹാറൂനും ഹംദാനും എന്തായാലും കയറണമെന്നും പറഞ്ഞിട്ട് പിള്ളേരങ്ങനെ കയറ്റിയതാണ് കേട്ടോ. അവർക്ക് പേടിയൊന്നുമില്ല, എന്നോട് കുറേ പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാനൊരു തവണ അസർബൈജാൻ പോയ സമയത്ത് ഭയങ്കര പാട് കഴിച്ചിട്ടാണ് കേട്ടോ ഇതിൽ കയറി ഇറങ്ങിയത്. മുകളിൽ ചെല്ലുമ്പോൾ ഒരു വ്യൂ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവും. പക്ഷേ ഹാറൂനും ഹംദാനും താഴെ നോക്കിയായിരുന്നു. മുകളിൽ ചെന്നപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായെങ്കിലും അവരത് ചെയ്തു കൂട്ടാ നന്നായിട്ട്. സിപ്പ് ലൈന്, ട്രക്കിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ. അതേപോലെ ട്രൈബൽ ഇൻട്രാക്ഷൻ ടൂറ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഊട്ടിയുടെ ഫുള്ള് വ്യൂ ഇവിടെ നിന്നാൽ കാണാം കേട്ടോ. അതൊരു അടിപൊളിയായിരുന്നു ഇവിടെ നിന്നുള്ള വ്യൂ കാണാനായിട്ട്. അങ്ങനെ അവർ സിപ്പ് ലൈനൊക്കെ കയറി പിന്നെ നമ്മളൊന്ന് കറങ്ങി നടന്നപ്പോഴാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും സെക്ഷനൊക്കെ കണ്ടത്. അപ്പോൾ അവിടെ ചെറിയ കുട്ടികൾക്ക് ഹാസിമിനൊക്കെ പറ്റിയ ഒരു കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഹാസിമ് നേരെ അങ്ങോട്ടേക്ക് പോയി. ഹംദാനും ഹാറൂനൊക്കെ പറ്റിയ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവരവിടെയും കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ആ ഒരു ദിവസം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ചിട്ട് അവിടെ ചെറിയൊരു സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഉള്ള ഫാമിലി, അവിടെ ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് അവരെ വെച്ചിട്ടൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മൾ ചെന്ന ആളുകളൊക്കെ ഒന്ന് സംസാരിച്ചു. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഡേനെ പറ്റി ഓരോരുത്തരും അവരവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹാസിം ഇത്ര നേരം പുറത്തുള്ള സീസോലും കാര്യങ്ങളിലൊക്കെ കളിച്ച് ഡ്രസ്സൊക്കെ ആകെ അഴുക്കാക്കി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഹംദാനും ഹാറൂനും ഈ ഒരു ഗെയിമിൻ്റെ പുറകെ ആയിരുന്നു. അപ്പോൾ ഇവർക്ക് ക്യാരംസും ചെസ്സും കാര്യങ്ങളൊക്കെ കളിക്കണമെന്നുണ്ട്. പക്ഷേ ഹാസിം സമ്മതിക്കില്ല. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ആൾ ഡിസ്റ്റർബിങ് ആക്കും. അപ്പോൾ എന്തായാലും ഈ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഹാസിമിനായിട്ട് നേരെ റൂമിലേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഒന്ന് കിടന്ന് എണീറ്റെങ്കിലും ഇവിടെ നിന്ന് ചായ കാര്യങ്ങളൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശക്കൊന്നുമുണ്ട്, പിന്നെ നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ നമ്മുടെ കോട്ടേജ് റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അത്യാവശ്യം ലോങ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ ബഗ്ഗി ഉണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ വേണ്ടിയിട്ട്. കാരണം റിസോർട്ടിൻ്റെ മുകളിലേക്ക് നടന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല പണിയാണ്. നല്ല ഹൈറ്റിലാണ് അവിടെ ഇരിക്കുന്നത്. അവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഗ്ഗി വന്ന് നമ്മളെ പിക്ക് ചെയ്യും. അങ്ങനെ ഞാൻ നേരെ റൂമിലേക്ക് പോയി ചായയും പിന്നെ ഹാസിമിന് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവനും ഫുഡൊക്കെ കൊടുത്തു. ടി വിയും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞു സെറ്റ് ചെയ്തു. അവൻ കുറച്ച് നേരം ടി വി കണ്ടു, ഞാൻ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. ഇവർ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ അങ്ങോട്ട് പോയി. ഞാനും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. ഡിന്നറിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഒരു 2-3 സാലഡുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ച മാങ്ങയുണ്ടല്ലോ, റോ മാംഗോ, അതും സ്പഗറ്റിയും കൂടി വെച്ചിട്ടൊരു റോ മാംഗോ സാലഡ് ഉണ്ടായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അതേപോലെ മെക്സിക്കൻ കോൺ സാലഡ്, അലക്സാൻഡ്രിയ സാലഡ്, അങ്ങനെ പല ടൈപ്പ് സാലഡുകൾ ഉണ്ടായിരുന്നു. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാലഡ് നമ്മുടെ ലെറ്റ്യൂസ് ഉണ്ടല്ലോ, ലെറ്റ്യൂസും ഗ്രേപ്സും ബ്ലാക്ക് കളർ ഗ്രേപ്സ് ഉണ്ടല്ലോ, അതും മയണൈസും വെച്ചിട്ട് ഒരു സാലഡ് ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല തണുത്ത സാലഡായിരുന്നു അത്. ഈ 4 സാലഡുകൾ മാത്രം മതി കേട്ടോ നമുക്ക് വയറ് ഫില്ലാവാൻ വേണ്ടിയിട്ട്. നല്ല റിച്ചും ആയിരുന്നു. അതേപോലെ ഒരെണ്ണം ടാങ്കി ഓക്ര സാലഡ്, അത് നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ അത്, പിന്നെ പല കളർ ക്യാപ്സിക്കം, പിന്നെ ബ്ലൂ ക്യാബേജ്, അതൊക്കെ വെച്ചിട്ടുള്ള വേറൊരു സാലഡ്. ഞാൻ കൂടുതലും ഇത് തന്നെയാണ് കേട്ടോ കഴിച്ചത്. അത് കഴിക്കുമ്പോൾ തന്നെ നമ്മളുടെ വയറ് ഫില്ലാവും. പിന്നെ നമ്മുടെ പാസ്ത, ഫ്രൈഡ് റൈസ്, പിന്നെ റെഡിമെയ്ഡ് ഉടനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ചീസ് ബോൾസ് ആയിരുന്നു. അതും ഭയങ്കര ടേസ്റ്റായിരുന്നു, അതും കുറേ കഴിച്ചു കേട്ടോ. പിന്നെ റൊട്ടി, ഒരുപാട് സ്വീറ്റ്സ്, ചില്ലി ഗോബി. ബീഫും മട്ടനൊന്നും ഇവിടെ ഇല്ല, കൂടുതലും ചിക്കനായിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ വെജിറ്റബിൾസും, അതേപോലെ ബേക്ക്ഡ് വെജിറ്റബിൾസ് എന്നും പറഞ്ഞിട്ട് ഒരു ഡിഷ് ഉണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു കേട്ടോ. അതേപോലെ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതെല്ലാം പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫ്രഷായി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എടുത്ത് പറയാനും ടേസ്റ്റിയും കൂടുതലായിട്ടുള്ളൊരു സംഭവം പാൻ കേക്കായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കായിരുന്നു കേട്ടോ, പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇഡ്ഡലിയൊക്കെ മസാല ഇഡ്ഡലി, അങ്ങനെ കുറച്ച് വെറൈറ്റി ഇഡ്ഡലി കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ പൂരിയൊക്കെ അവർ ഡയറക്റ്റ് അപ്പം തന്നെ ചുട്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ദോശ പ്ലെയിനായിട്ടും അതേപോലെ മസാലയൊക്കെ ഇട്ടിട്ടുള്ള ദോശയും കാര്യങ്ങളൊക്കെ അപ്പോൾ ചുട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഹാസിമ മുട്ട മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഹാറൂനും എല്ലാവരും ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു. പിന്നെ ചോക്കോസ്, പാലൊക്കെ ഒഴിച്ചിട്ട്, അതൊക്കെയാണ് അവരുടെ ഫേവറേറ്റ്സ്. പിന്നെ ഞാനും ദോശ പിള്ളേരുടെ ബാക്കിയുള്ളതൊക്കെ കഴിച്ചു. പിന്നെ ഉപ്പുമാവൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്വീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെറൈറ്റി ആയിട്ട് തോന്നിയത് നമ്മുടെ പഴങ്കഞ്ഞിയാണ് കേട്ടോ. ഒരു കലത്തിൽ കഞ്ഞി ഇരിക്കുന്നതാണ്ട് നോക്കിയപ്പോഴാണ് പഴങ്കഞ്ഞി. പിന്നെ എനിക്ക് ഈ തമിഴ്നാട്ടിലെ റൈസ് അത്ര വലിയ ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ആ ഒരു റൈസോട് കൂടിയ പഴങ്കഞ്ഞി ആയതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തൊന്ന് ടേസ്റ്റ് നോക്കിയിട്ടാ. അതേപോലെ കേർഡ് റൈസ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്വീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അയാളെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഒരു 11 മണിയോടുകൂടി നമ്മളവിടെ ചെക്കൗട്ട് ചെയ്ത് നേരെ പോരുക ചെയ്തേട്ടാ. അങ്ങനെ ഊട്ടിയുടെ മല കാര്യങ്ങളൊക്കെ ഇറങ്ങി താഴെ എത്തി. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വെജിറ്റബിൾ റെസ്റ്റോറൻറ്റ് കണ്ട് അങ്ങനെ കയറിയതാണ്. നല്ല തിരക്കും ഉണ്ടായി, അതേപോലെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന പോലെയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, അവിടെ തന്നെ കയറി. അത്യാവശ്യം വലിയ ഹോട്ടലാണ് കേട്ടോ, നല്ല ആളും ഉണ്ട്, ഫുള്ളായിരുന്നു. അപ്പോൾ വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ മീൽസാണ് പറഞ്ഞത്. ആദ്യം ഞാൻ മഷ്റൂം ബിരിയാണി പറഞ്ഞു, പിന്നെ അത് ഹംദാന് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ മഷ്റൂം ബിരിയാണി, ഞാൻ മീൽസ്, അതേപോലെ തൈര് കേർഡ് റൈസ് ഉണ്ടല്ലോ അത്, പിന്നെ വെജിറ്റബിൾ ബിരിയാണി, അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. ഫുഡ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഉറക്കം വരലൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ തന്നെയാണ് കേട്ടോ ഡ്രൈവ് ചെയ്തത്. പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥലത്തെത്തി, എറണാകുളം എത്തി. എയർപോർട്ടിൻ്റെ അടുത്തുള്ള പാരഗൺ സൽക്കാരയിൽ കയറി. ഡിന്നറും കൂടി കഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫ്രൈഡ് റൈസ്, വെള്ളയപ്പം, ഫിഷ് കറിയൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചൊരു 10 മണിയോടുകൂടി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് എല്ലാവർക്കും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മാംഗോസ്റ്റി, സബർജിലി, ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു.
ഇനി അടുത്ത 2 ദിവസത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തിടലാണ്. രാത്രി തന്നെ ഞാൻ പെട്ടി കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അലക്കാനുള്ളതെല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി അലക്കി വിരിക്കലാണ് അടുത്ത ടാസ്ക്. രാത്രി വന്ന ഉടനെ ഒരു സെറ്റ് അലക്കാനൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ കിടന്നത്. പിള്ളേരൊക്കെ നേരത്തെ അങ്ങനെ കിടത്തി. ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ, ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഉള്ളൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഊട്ടി വ്ളോഗിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.